തിരുവനന്തപുരത്ത് പ്രതിഷേധം കടുപ്പിക്കാനൊരുങ്ങുകയാണ് ആശാവർക്കർമാർ. മറ്റന്നാൾ മുതൽ 3 ആശമാർ അനിശ്ചിതകാല നിരാഹാരം ഇരിക്കും. ആശമാർക്ക് പിന്തുണയുമായി പ്രതിപക്ഷ പാർട്ടികളും ഉണ്ട്. തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ പ്രതിഷേധം തുടരുമെന്ന് ആശാവർക്കർമാർ അറിയിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി വിനയ രാജുണ്ട്. വിനയ, മറ്റന്നാൾ മുതൽ അനിശ്ചിതകാല സത്യാഗ്രഹം, നിരാഹാര സത്യാഗ്രഹം ആരംഭിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ സമരസമിതിയിലെ 3 പേരാണ് നിരാഹാരം ഇരിക്കുക. അതിനുശേഷം ഇതൊരു റിലേ സത്യാഗ്രഹ സമരം പോലെ കൊണ്ടുപോകാനാണോ ആശമാർ ഉദ്ദേശിക്കുന്നത്? അതിലെ ആശാ വർക്കർമാരുടെ രാപ്പകൽ സമരം ഇന്ന് 37ാം ദിവസത്തിൽ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈ സെക്രട്ടേറിയറ്റ് ഉപരോധത്തിലടക്കം തന്നെ വിവിധ ജില്ലകളിൽ നിന്നുള്ള 1000-ലധികം ആശാ വർക്കർമാരായിരുന്നു പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ സമരവുമായി മുന്നോട്ട് പോകുമെന്നൊരു നിലപാട് തന്നെയാണ് ആശാ വർക്കർമാർ സ്വീകരിക്കുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം ഈ സെക്രട്ടേറിയറ്റ് പടിക്കലിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഈ സമരത്തിന്റെ വീര്യം കൂട്ടിയതോടെയാണ് സർക്കാരടക്കം വഴങ്ങുന്ന ഒരു കാഴ്ച കണ്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ മാനദണ്ഡങ്ങൾ മാത്രമാണ് സംസ്ഥാന സർക്കാർ ഇതുവരെയും അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ മാത്രമാണ് പിൻവലിച്ചിട്ടുള്ളൂ. വീണ്ടും നിരവധിയായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിലൊന്നും തന്നെ ഇതുവരെയും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. ആ തീരുമാനം ഉണ്ടാകുന്നത് വരെ പ്രതിഷേധം തുടരുമെന്ന ഒരു നിലപാട് തന്നെയാണ് ആശാ വർക്കർമാർ സ്വീകരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന ഈ സെക്രട്ടേറിയറ്റ് ഉപരോധത്തിൽ തന്നെയായിരുന്നു 3ാം ഘട്ട സമര പ്രഖ്യാപനമടക്കം നടത്തിയിട്ടുണ്ടായിരുന്നത്. കൂടുതൽ പ്രതിഷേധം കടുപ്പിക്കുക എന്നൊരു നിലപാട് തന്നെയാണ് ഇപ്പോൾ ആശാ വർക്കർമാർ സ്വീകരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ 3ാം ഘട്ട സമര പ്രഖ്യാപനത്തിൽ അല്ലെങ്കിൽ 3 ആശാ വർക്കർമാരാണ് നിരാഹാര സമരം ഇരിക്കുന്നത്. ചേച്ചി, ഈ 3ാം ഘട്ട സമര പ്രഖ്യാപനത്തിൽ 3 ആശാ വർക്കർമാർ നിരാഹാര സമരം ഇരിക്കുകയാണ്. കൂടുതൽ പ്രതിഷേധം കടുപ്പിക്കുകയാണ്. ഈ നിരാഹാര സമരം ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ നിരാഹാര സമരത്തിലൂടെ ഈ സർക്കാരിന്റെ മനം മാറ്റാൻ സാധിക്കും. അല്ലെങ്കിൽ ആകെ 2 ആവശ്യങ്ങൾ ഉന്നയിച്ചതിൽ 2 മാത്രമാണ് അംഗീകരിച്ചിട്ടുള്ളൂ. ഇനിയും നിരവധി ആവശ്യങ്ങൾ അംഗീകരിക്കാനുണ്ട്. അതുവരെ ഈ ഒരു സമരം കൊണ്ടുപോകുമെന്ന് തന്നെയല്ലേ? ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഡിമാൻഡുകളൊന്നും തന്നെ ഇതുവരെയും ഒരു പരിഗണനയും നേടിയിട്ടില്ല. അത് നേടിയിട്ട് മാത്രമേ ഞങ്ങൾ സമരം അവസാനിപ്പിക്കുകയുള്ളൂ. ഇപ്പോൾ 3ാം ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. ഇന്നലെ നമ്മളെ ആക്ഷേപിച്ചവർക്കും പരിഹസിച്ചവർക്കുള്ളൊരു മറുപടിയാണ് ഇന്നലെ നടത്തിയ സെക്രട്ടേറിയറ്റ് ഉപരോധം എന്ന് പറയുന്നത്. കേരളത്തിന്റെ മുഴുവൻ ഭരണ സംവിധാനം ഒന്നിച്ചാണ് ആശമാർക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത്. നമ്മളത് ഇന്നലെ വളരെ വ്യക്തമായി കണ്ടു. മെനഞ്ഞാന്ന് രാത്രി അടിയന്തര മീറ്റിംഗുകൾ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ട്രെയിനിങ് ആശമാർ ഇവിടെ വരേണ്ട ദിവസമായിരുന്നു ഇന്നലെ. പക്ഷേ അത് പൊളിക്കാൻ വേണ്ടി ധാരാളം പ്രവർത്തനങ്ങൾ അവർ ചെയ്തു. പാർട്ടിയും ഭരണകൂടവും എല്ലാം നേരിട്ടിറങ്ങി ആശമാർക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച ദിവസമാണ്. അതിനെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ടാണ് ഇന്നലെ ഇവിടെ വന്നെത്തിയത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഗവൺമെന്റ് ഈ സമരത്തെ നേരിടുന്നത് നമ്മൾ വളരെ വ്യക്തമായിട്ട് കാണുന്നത്. പക്ഷേ ഇങ്ങനെ ജീവിച്ചു പോകാൻ പറ്റില്ല എന്നുള്ള സാഹചര്യം, സ്ത്രീ തൊഴിലാളികളെ ഇങ്ങനെ തൊഴിൽ ചൂഷണത്തിന് ഇടയാക്കുന്നുള്ള സാഹചര്യം, ഇതെല്ലാം ലോകം മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി സമൂഹം തീരുമാനിക്കട്ടെ, ഈ പൊതുസമൂഹം തീരുമാനിക്കട്ടെ ആശാവർക്കർമാർ പട്ടിണി കിടന്ന് മരിക്കണോ വേണ്ടയോ എന്നുള്ളത്. ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് കോവിഡ് കാലത്തടക്കം വലിയ സേവനം നടത്തിയ ആളുകളാണ് ഇവരെന്ന് എല്ലാവരും സമ്മതിക്കുന്നു. പക്ഷേ കൂലി കൊടുക്കില്ല എന്ന് എന്തിനാണ് ഇത്ര വാശി പിടിക്കുന്നത്? ആക്ഷേപിച്ചും അധിക്ഷേപിച്ചും ഒക്കെ അവർക്ക് മതിയായില്ലേ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. അതുകൊണ്ട് അനിശ്ചിതകാല നിരാഹാര സമരമാണ്. ആശാവർക്കറുടെ പട്ടിണി കിടക്കും. ഈ കോവിഡ് സമയത്ത് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തിയത് നിങ്ങൾ തെരുവ് പട്ടിക്ക് വരെ ഭക്ഷണം കൊടുക്കണമെന്നാണ്. അന്ന് വീടുകളിൽ ക്വാറന്റൈനിലിരുന്ന ആളുകൾ ഭക്ഷണം ആവശ്യപ്പെട്ടത് ആശാവർക്കർമാരോടാണ്. വിദേശത്തുനിന്ന് വന്ന ആളുകളും അതല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോയ ആളുകളും ഒക്കെ സ്വന്തം വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത ആളുകളാണ് ആശാവർക്കർമാർ. അപ്പോൾ ആശാവർക്കർമാർ ഇവിടെ പട്ടിണി കിടക്കണം. പൊതുസമൂഹം തീരുമാനിക്കട്ടെ ഇവരെ നിലനിർത്തണോ വേണ്ടയോന്ന് ഞങ്ങൾക്കതേ പറയാനുള്ളൂ. ഇത് ഒരു റിലേ നിരാഹാര സമരം പോലെ ആയിരിക്കും അതോ ഈ 3 ആശാവർക്കർമാർ മാത്രമായിരിക്കും ഈ നിരാഹാര സമരം കടക്കുന്നത്? ഇതൊരു റിലേ നിരാഹാര സമരമായിരിക്കും. ഇത്തരത്തിൽ ഈ കഴിഞ്ഞ ദിവസം ഈ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അടക്കം തന്നെ സംഘടിപ്പിക്കുന്നു. ഈ മഴ പെയ്യുന്നു, ഈ മഴ നനയുന്ന ഒരു സാഹചര്യം. 8ഓളം ആശാപ്രവർത്തകരാണ് ഇന്നലെ കുഴഞ്ഞു വീണിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ഇത്രയും അനുഭവിച്ചിട്ടും സർക്കാരിന് ഒരു അനുകൂല നിലപാടുണ്ടാകുന്നില്ല എന്നത് ഏറ്റവും അല്ലെങ്കിൽ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. വളരെയധികം വേദനാജനകമാണ്. ഇത്രയധികം കഷ്ടപ്പാട് സഹിച്ച് ഈ ദുരിതങ്ങളെല്ലാം ആരോഗ്യമന്ത്രിയുടെ കൺമുന്നിൽ ഞങ്ങൾ നടത്തിയിട്ടും ആരോഗ്യമന്ത്രി ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കുകയോ ഒന്നും
പോലും ചെയ്യുന്നില്ല. ഞങ്ങൾ സമരം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ PSC ജീവനക്കാർക്ക് പിന്നെ അവരുടെ ശമ്പളം വർദ്ധിപ്പിക്കാൻ അവർക്ക് കാശുണ്ട്. ഈ പാവം ജോലി ചെയ്യുന്ന ആശമാർക്ക് മാത്രം ഒന്നും തരാൻ അവരുടെ കയ്യിൽ കാശില്ല. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ത്യാഗം സഹിച്ച് ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നത് വരെ ഇവിടെ ഞങ്ങൾ സമരം ചെയ്യും. അനിശ്ചിതകാല നിരാകാര സമരമാണ് ആദ്യമായിട്ട് ഞങ്ങൾ നടത്താൻ പോകുന്നത്. അത് കഴിഞ്ഞ് എന്ത് വേണമെന്നുള്ളത് ഞങ്ങളുടെ യൂണിയൻ നേതാക്കന്മാർ തീരുമാനിക്കും. അതിനുശേഷം മാത്രമേ ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുത്തതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോവുകയുള്ളൂ. അല്ലാതെ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുകയില്ല. ഇന്നലെ തന്നെ ട്രെയിനിങ് എല്ലാം വെച്ച് ഞങ്ങളെ പോലെ പാമ്പ് കാട്ടി വിരട്ടി ആരും വരാതിരിക്കാൻ വേണ്ടി ആളില്ലായിരുന്നു. അവർ പ്രതീക്ഷിച്ചതിനേക്കാളും ആൾക്കാരുണ്ടായിരിക്കുകയും ചെയ്ത് അത് വൻപിച്ച വിജയം. ഇന്നലത്തത് സെക്രട്ടേറിയറ്റ് ഉപരോധം ഭയങ്കരപ്പെട്ട ഒരു വിജയമായിരിക്കുകയും ചെയ്തു. അത് ഈ 37 ദിവസം ഈ സെക്രട്ടേറിയറ്റ് അല്ലെങ്കിൽ രാപ്പകൽ സമരം നടത്തുന്നതിൽ 2 തവണ മഹാസംഗമം സംഘടിപ്പിക്കുന്നു. കൂടാതെ നിയമസഭയിലേക്കുള്ള പ്രതിഷേധ മാർച്ച് അടക്കം സംഘടിപ്പിക്കുന്നു. ഇതെല്ലാം തന്നെ സമാധാനപരമായിട്ടുള്ള ഒരു പ്രതിഷേധം തന്നെയായിരുന്നു ആശാ വർക്കർമാർ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ റോഡ് ഉപരോധിച്ചിട്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നത്. അത് അല്ലെങ്കിൽ അത്രയും അനുഭവിച്ചു, ഇനിയെങ്കിലും സർക്കാരിന് കണ്ണ് തുറക്കണമെന്നൊരു അതിനുള്ള അവസരം ഒരുക്കി തന്നത് ആരോഗ്യമന്ത്രിയാണ്. അല്ലെങ്കിൽ ഞങ്ങൾ ഇതുപോലെ ഉപരോധം ചെയ്യില്ലേ? ചർച്ചയ്ക്ക് വിളിച്ചത് തീരുമാനമാക്കിയിരുന്നോ ഞങ്ങൾ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. അപ്പോൾ അതിനുള്ള അവസരം ഒരുക്കി തന്നു. ഞങ്ങൾ അതുപോലെ ചെയ്തു. ഓരോ ദിവസം ഞങ്ങളുടെ മനോവീര്യം അവർ ഓരോ കാര്യങ്ങൾ അപവസിച്ചുകൊണ്ട് ഞങ്ങളുടെ മനോവീര്യം കൂട്ടിക്കൊണ്ടുവരികയാണ് അവർ ചെയ്യുന്നത്. ഇത്തരത്തിൽ തന്നെയാണ് വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ കടുപ്പിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഈ 37 ദിവസമായിട്ടും ഇതുവരെയും ആരോഗ്യമന്ത്രിയോ മുഖ്യമന്ത്രിയോ ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല. തങ്ങൾ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ സമരം ചെയ്തത്. തങ്ങൾ ന്യായമായ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഒരു സമരമല്ല, ആവശ്യമായിട്ടുള്ള ഒരു സമരമാണ്. ഈ സമരത്തിന് അല്ലെങ്കിൽ ഇനിയെങ്കിലും സർക്കാർ കണ്ണു തുറക്കണം, അല്ലെങ്കിൽ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണം എന്നൊരു നിലപാട് തന്നെയാണ് ആശാ വർക്കർമാർ സ്വീകരിക്കുന്നത്. അതുല്യ. ശരി വിനയ, എന്തായാലും വിനയ സൂചിപ്പിച്ചതുപോലെ അനാവശ്യങ്ങൾക്ക് വേണ്ടിയല്ല, തീർത്തും പരിഗണിക്കേണ്ടുന്ന ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സമരമാണ്